അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ജിലു ഹാപ്പി അല്ലേ? പിന്നെ അപ്പൊ എല്ലാരും ഹാപ്പി ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം. ഗുഡ്. മലയാളികൾ ഏക മനസ്സോടെ ആഘോഷിക്കുന്ന ജനകീയമായ ഒരു ഉത്സവം. ആഹ്ലാദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സർവ്വ ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ഓണം. ഈ ഓണനാളിൽ നമ്മളോട് സംസാരിക്കാൻ മനസ്സ് കാണിച്ച ശ്രീ കലാമണ്ഡലം ശിവദാസ് ആശാന് 1000 നന്ദി. നമുക്കൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ആശാന് വേണ്ടി. Shri Kalamandalam Shivadas Ashan is an outstanding Chanda artist and cultural icon who was born in 1964 in the beautiful village of Palakkad district of Kerala, India. His contribution to the arts have been priceless, and he continues to inspire and educate future generations on the importance of preserving cultural heritage. Shivadas Ashan was inspired by Sri Palasana Kunyumani Maharaj, his guru, under whose blessings he began learning Chanda at the age of 10. He has established himself as a Chanda maestro for Tayambaka and Kathakali performances at various temples and festivals, including the Trishur Puram. After completing high school, he pursued further education at celebrated Kerala Kalamandalam University and received his diploma there. He then continued a PG diploma in Kathakali Chanda. In 1986, he started teaching at the Unnai Vairiyar Smaraka Kalanilayam Arts Institute in Irinjalakada, where he ended up being the HOD and principal. Shivadas Ashan is a highly skilled A-grade artist in Doordarshan and All India Radio. He is an author of reference books for Pandi Mela titled Ilangittara Mela and traditional reference book called Chenda Padana Sahai. Shivadas Ashan has received numerous awards and recognitions. He won the Junior and Senior Fellowship for Research in the Tala tradition of Kerala from the Cultural Department, Government of India. He received 6 Suvarna Mudra Gold Medals from several temples across India, as well as the titles of Bela Kalaratna and Bela Kalanidhi. He is the recipient of Kerala Kalamandalam University Award and the Boston Vaidya Gurukshetra Award. The Veer Singla Award was given to him by Dr. Padma Bhushan K. Shivaraman, an Indian musician and exponent of the Carnatic percussion instrument, the Mridangam. ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ കലാമണ്ഡലം ശിവദാസ് ആശാൻ. സെൻറ് ലൂയിസ് മലയാളി അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ കൊച്ചു കുട്ടികൾ അടങ്ങുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ ആദ്യം തന്നെ ഞാൻ നേരുകയാണ്. ഞാൻ 2017 മുതൽക്ക് സ്ഥിരമായി USA അമേരിക്കയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളിൽ എൻ്റെ ശിഷ്യരോടൊത്തും അവരുടെ
സന്തപ്ത കുടുംബാംഗങ്ങളോടൊപ്പം എനിക്ക് ഇങ്ങനെയുള്ള വേദികൾ അനവധി സ്ഥലങ്ങളിൽ പങ്കിടാനുള്ളൊരു യോഗം ഉണ്ടായിട്ടുണ്ട്. ഓണമായിട്ട് ബന്ധപ്പെട്ട് ഈ കുറച്ച് അടുത്ത കാലത്താണ് ഞാൻ അമേരിക്കയിൽ വരുന്നത് പ്രത്യേകിച്ച്. അല്ലാതെ മറ്റത് സമ്മർ സീസണിലൊക്കെയാണ് വരാറ്. കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു ഓണം എന്ന് പറയുന്നത് ബോസ്റ്റണിലായിരുന്നു. അതിന് മുമ്പത്തെ കൊല്ലം ന്യൂയോർക്കിലായിരുന്നു. ഇപ്രാവശ്യം ഇത് രണ്ടാമത്തെ ഒരു വേദിയാണ്. ഞാൻ കാലിഫോർണിയയിലെ ശക്തമായിട്ടുള്ള എൻ്റെ ഒരു സ്റ്റുഡൻസ്, വളരെ അനവധി സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്, വളരെ ധീരോദാത്തമായിട്ടുള്ള വനിതകൾ ലോകത്തെവിടെയും കാണില്ല. അത്രയും മിടുമിടുക്കായിട്ടുള്ള വനിതകൾ ഈ ചെണ്ടയിൽ തികച്ചും ക്ഷേത്ര അനുഷ്ഠാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പൈതൃകം, നമ്മുടെ കൾച്ചർ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ USA അനവധി സ്ത്രീകൾ മേളം കൂട്ടി വരുന്നുണ്ട്. അത് വേറെ രീതിയിൽ വല്ല ശിങ്കാരി മേളത്തിൻ്റെ അങ്ങനെയുള്ള രീതിയിലൊന്നുമില്ല. നമ്മുടെ പൈതൃകപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള മേളമാണ്. ഞാൻ കലാമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പ്രിൻസിപ്പളാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ളൊരു പഠനവും അതിൻ്റെ ഒരു സിസ്റ്റമൊക്കെ ആ രീതിയിൽ പഠിപ്പിച്ച് പോരുകയാണ്. അതേപോലെ തന്നെയാണ് ഈ സെൻറ്റ് ലൂയിസിലെ എൻ്റെ അനവധി ശിഷ്യന്മാരിവിടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഭാരവാഹികളൊക്കെയുള്ളവരെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കൊല്ലം ഇതേ വേദിയിൽ തന്നെ ആയിരിക്കും വിചാരിക്കണം. ഒരു ഗംഭീര തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മേളം നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. തൃശ്ശൂർ പൂരം, എലഞ്ഞിത്തറ മേളം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? പൂരങ്ങളുടെ പൂരമായുള്ള തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന് ഒരു 40 വർഷത്തോളമായി പങ്കെടുത്തു വരുന്നൊരു സീനിയർ മോസ്റ്റ് കലാകാരനാണ് ഞാൻ. ആ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ രണ്ടാമത്തെ വേദിയാണ്. കാലിഫോർണിയയിലായിരുന്നു. കഴിഞ്ഞ ഇതേ സാറ്റർഡേയിലെ മുഖ്യാതിഥിയായിരുന്നു. അവിടെ എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, എൻ്റെ ശിഷ്യന്മാരുടെ ഉണ്ടായിരുന്നു. രണ്ടാമതൊരു യോഗം കൂടിയിട്ട് എനിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു. സെൻറ്റ് ലൂയിസ് മലയാളി അസോസിയേഷൻ്റെ ഈ ഓണാഘോഷ വേദിയിൽ ഒരു ചീഫ് ഗസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ആയി ഈ എളിയ കലാകാരനെ തിരഞ്ഞെടുത്തതിൽ വളരെ സംതൃപ്തി, എൻ്റെ മനസ്സിന് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നൊരു സുദിനമാണ്, ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഈ ഒരു സമയം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു മലയാളി കൂട്ടായ്മയും ഓണാഘോഷവും ആഘോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലുള്ള ആഘോഷങ്ങളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണം. അവിടെ പല വേഷങ്ങളുള്ള പല രീതികളും മലയാളികളുടെ ഒത്തൊരുമ. സാധാരണയായി ഇവിടെയും ഞങ്ങൾ അനവധി സന്ദർശനങ്ങൾ നടത്തുന്ന ഗൾഫിലായാലും ശരി, UK ശരി, അവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അമേരിക്കയിലാണ്. നാട്ടിലൊക്കെ ഒരു മാവേലിയുടെ ഈ മഹാബലി ചക്രവർത്തിയെ കുറിച്ചുള്ള കഥ തന്നെ കുട്ടികൾക്ക് അറിയില്ല. എന്താണ് ഓണത്തിൻ്റെ ഐതിഹ്യം അറിയില്ല. പക്ഷെ നമ്മൾ ഒരൊറ്റ സന്ദേശം ഒരു കുടുംബമുള്ള സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ദിനമാണ് ഓണം. മലയാളികൾ ജാതിപതഭേദമന്യേ എല്ലാവരും കൂടി ആഘോഷിക്കുന്നൊരു ആഘോഷങ്ങളാണ് ഈ ഓണവും. അതുപോലെ മറ്റുള്ള വിശേഷങ്ങളായാലും ഇപ്പോൾ ക്രിസ്മസ് ആയാലും ശരി, എല്ലാവരും കൂടി സുഖമായിട്ട് ഇവിടെ ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഈ സുദിനത്തിൽ വെച്ച് ഞാൻ എല്ലാവർക്കും, നിങ്ങളുടെ കുട്ടികളടങ്ങുന്ന ഓരോരോ കുടുംബത്തിന് എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ, തിരുവോണം എന്ന് പറയില്ല, ഓണ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Ashan.